ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മായം എന്ന സിനിമയുടെ നായകനും മ്യൂസിക് ഡയറക്ടറാണ്. വെൽക്കം ടു Thank you. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഇടയാണ്. എന്താ തോന്നുന്നു? സന്തോഷമുണ്ടോ? പിന്നെ ഭയങ്കര ത്രില്ലാണ്. ത്രില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇതിൽ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ്, പാട്ടുകൾക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള മൂവിയാണ്. അതായത് ഇമ്പോർട്ടൻസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സെമി ക്ലാസിക് പുള്ളുവ പാട്ട് കേട്ടിട്ടുണ്ടോ? പുള്ളുവ പാട്ട്, പുള്ളുവ പാട്ട്, നാവൂർ പാട്ട്, പിന്നെ കളമെഴുത്ത് പാട്ട്, ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ട്രഡീഷണൽ ഇത് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിരിച്ചു വരികയാണ്. ട്രഡീഷണൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരുന്ന ട്രഡീഷണൽ പാറ്റേൺ കുറച്ചുകൂടെ മോഡേൺ ആണ്. ഇത് ശരിക്കും പഴയ കാലത്തെ അങ്ങനെ അതേപോലെ അപ്പൊ അരുണിന്റെ ഫസ്റ്റ് മൂവിയാണ്. എങ്ങനെയുണ്ടായിരുന്നു മൂവിയുടെ എക്സ്പീരിയൻസ്, ക്യാരക്ടറിനെ പറ്റിയതൊക്കെ പറയാമോ? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഉള്ള അവസരം ലഭിച്ചത്. ക്യാരക്ടർ മാക്സിമം ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്പൂതിരി യുവാവ് എങ്ങനെയായിരിക്കണം, എങ്ങനെയൊക്കെയാണ് അങ്ങനെയായി എന്നുള്ളത് ഏകദേശം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തപ്പോൾ അതെന്താ പറയുക കറക്റ്റാണ്. ഇനി അതിനകത്ത് വേറൊരാളെ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്തായാലും കണ്ടിട്ടുള്ള ആളുകളും പിന്നെ മ്യൂസിക്കാണ് എന്നെ ബൂസ്റ്റ് ചെയ്യുക. മ്യൂസിക് പറയുന്നത് പക്കയായിരിക്കും. ഇപ്പൊ നമുക്കാണെങ്കിൽ നമ്മുടെ സിനിമയില് ഭയങ്കര ഫേമസ് ആയിട്ടൊരു നമ്പൂതിരി ക്യാരക്ടർ ചെയ്ത ഒരാളുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഫേമസ് പാട്ടില്ല, ഓടക്കുഴ വിളിക്കേട്ടോ. അതേപോലെ തീർച്ചയായിട്ടും അതുപോലെ വരാൻ നല്ല കട്ടിയും വരട്ടെ. അത് ഭയങ്കര നോട്ട് ചെയ്തൊരു നമ്പൂതിരി ഒരു പാവം നമ്പൂതിരി ചെക്കനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗായകനാണോ? കണ്ട അങ്ങനെ തോന്നുന്നു. ഇപ്പൊ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ട്രഡീഷണൽ മ്യൂസിക്കും പഴയതായി പോയ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും തിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാലും മ്യൂസിക്, ഇപ്പോൾ ഒരു മൂവിയിൽ മ്യൂസിക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സിനിമ അല്ലെങ്കിൽ ആ കഥ എല്ലാം മനസ്സിലാക്കി. തീർച്ചയായിട്ടും. കാരണം ഇതിൽ ഡയറക്ടറും നവീൻ DOP, ഡയറക്ടർ രമേശ് കോറമംഗല. അപ്പോൾ ഇവർ 2-3 പേര് അവർക്ക് നേരത്തെ മ്യൂസിക് ചെയ്യാൻ വന്നിരുന്നു, പക്ഷെ അതൊന്നും സെറ്റായില്ല. അങ്ങനെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്കും പേടിയുണ്ടായിരുന്നു ഇതെങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം കമ്പോസ് ചെയ്ത് അയച്ചിട്ട് സാറിന് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ഇന്നാവാമെന്ന് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് അപ്പോൾ ഞാൻ ഇതിനകത്ത് നാവൂർ പാട്ട്, പുള്ളുവ പാട്ട്, അതെല്ലാം ആക്ച്വലി ട്രഡീഷണൽ നമ്മൾ റെഫർ ചെയ്തപ്പോൾ സിമ്പിളായിട്ട്, കാരണം ഒരേ ട്യൂണാണ്, അതിങ്ങനെ ലിറിക്സിൽ വ്യത്യാസം വരും അവർ. അപ്പോൾ ഈസി എന്ന് വിചാരിച്ചു അത് പെട്ടെന്ന് ചെയ്യാം. സെമി ക്ലാസിക് എനിക്ക് ടെൻഷൻ. അപ്പോൾ അത് ആദ്യം ഞാൻ ചെയ്ത് അയച്ചപ്പോഴത്തേക്ക് ഇന്നായി, ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ നാവൂർ പാട്ടും പുള്ളുവ പാട്ടും ചെയ്യാനിരുന്ന എനിക്ക് ഭയങ്കര പാടായിരുന്നു. പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അങ്ങോട്ട് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ അത് ഫോക്ക് സോങ് ആയി മാറും കറക്റ്റായിട്ട്. പിന്നെ അതുപോലെ നമ്മൾ ഇതിൻ്റെ സിനിമയ്ക്കാണ്, അപ്പോൾ സിനിമാറ്റിക്കും ആയിരിക്കണം, ട്രഡീഷണൽ പോലെ ഇരിക്കാനും പാടില്ല. പിന്നെ കുറേ പാട്ടുകൾ ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ടു. പാട്ട് പക്ഷെ സൗണ്ടിങ് നമ്മുടെ ഈ കാലഘട്ടത്തെ സൗണ്ടിങ് വെച്ചിട്ട് ആ പാട്ട് അങ്ങനെ ചെയ്തു. അപ്പൊ നമ്മൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സിനിമ കാണുന്ന കഥകളുടെ രീതിയും പാട്ടുകളുടെ രീതിയും മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പൊ പഴയ പാട്ടുകൾ ഇപ്പോഴും ആൾക്കാർ സ്വീകരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആൾക്കാരിൽ അക്സെപ്റ്റൻസ് ഉണ്ടാവും തോന്നുന്നു? സ്വീകരിക്കല്ലേ. ഇപ്പോൾ എൻ്റെ എക്സാമ്പിളല്ലേ, ഇപ്പോൾ ഹിറ്റായ 2 മൂവിയിലും പഴയ പാട്ടല്ലേ. ഏത്? പ്രേമലു, മഞ്ഞുമല്ല്, കൺമണി, ബോർഡ്, അതിപ്പോൾ വിവാദപരമായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇളയരാജ സാറ് പ്രശ്നമായിട്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ ഉള്ള സൗണ്ടിങ്ങിൽ അങ്ങനത്തെ സോങ്സും
നിങ്ങളെ പോലല്ല, നമ്മളെ പോലല്ല, നമ്മൾ യങ്സ്റ്റേഴ്സ് തന്നെയാണ്. സ്വീകരിക്കും, അക്സെപ്റ്റ് ചെയ്യും തന്നെയാണ് എനിക്ക് തോന്നുന്നത്.